ഗുരുവായൂരപ്പൻ നേരിട്ടെത്തി കണ്ടാസ്വദിക്കുന്ന ഒരു കലാരൂപമാണ് കൃഷ്ണനാട്ടം എന്ന് എല്ലാവർക്കും അറിയാലോ. ഗുരുവായൂരപ്പൻ്റെ ഇഷ്ട വഴിപാടാണ് കൃഷ്ണനാട്ടം. രാത്രി 10 മണിക്ക് ശേഷം വെളുപ്പിന് നട തുറക്കും മുൻപാണ് ഈ വഴിപാട് നടത്തുന്നത്. ഗുരുവായൂരപ്പനോടുള്ള അചഞ്ചലമായ ഭക്തിയിൽ കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദരാജ രചിച്ച കൃഷ്ണഗീതി എന്ന കാവ്യത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് കൃഷ്ണനാട്ടം. 12-ാം നൂറ്റാണ്ടിലെ ജയദേവരുടെ ഗീതാഗോവിന്ദത്തിനെ അടിസ്ഥാനമാക്കി ശ്രീകൃഷ്ണ അവതാരം മുതൽ സ്വർഗാഹരണം വരെയുള്ള ഭഗവാന്റെ അവതാര ലീലകളാണ് 8 കഥകളിലായി ചിട്ടപ്പെടുത്തി കൃഷ്ണനാട്ടത്തിൽ അവതരിപ്പിക്കുന്നത്. ഭഗവാന്റെ അവതാര കഥകൾ ആടുന്ന ആ വേദിയിൽ കൃഷ്ണനാട്ടം ആസ്വദിച്ചുകൊണ്ട് കാണികളിൽ ഒരാളായി ഭഗവാനും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ ഒരു കലാരൂപം വഴിപാടായി നടത്തിയാൽ കിട്ടുന്ന ഫലസിദ്ധി നിസ്സാരമല്ല. ഈ ഒരു കലാരൂപത്തിന്റെ ഉത്ഭവത്തിന് പിന്നിൽ ഒരു ദിവ്യമായ ഒരു ഐതിഹ്യം തന്നെയുണ്ട്. ഭഗവാന്റെ പ്രത്യക്ഷ ദർശനമാണ് ഈ കാവ്യരചനയ്ക്ക് കാരണമായത്. വില്വമംഗലം സ്വാമിയാരും മാനവേദരാജയും ഗുരുവായൂരിൽ ഭജനം നടത്തിയിരുന്ന കാലം പ്രത്യക്ഷ കൃഷ്ണ ദർശനം അനുഭവിച്ചിരുന്ന സ്വാമിയാരെ അദ്ദേഹം കണ്ടുമുട്ടുകയും തന്റെ ഉണ്ണിക്കണ്ണനെ കാണാനുള്ള ആഗ്രഹം പ്രകടമാക്കുകയും ചെയ്തു. അപ്പോൾ വില്വമംഗലം സ്വാമിയാർ പറഞ്ഞു, അത് ഞാൻ ഭഗവാനോട് ചോദിച്ചിട്ട് പറയാം. പിറ്റേന്ന് സ്വാമിയാർ മാനവേദ രാജാവിനോട് പറഞ്ഞു, അങ്ങേക്ക് ഭാഗ്യമുണ്ട്, ഭഗവാൻ ദർശനം അനുവദിച്ചിട്ടുണ്ട്. എന്നെ സ്പർശിച്ചുകൊണ്ട് ആ ഇലഞ്ഞിമര ചോട്ടിലേക്ക് നോക്കൂ. ഭഗവാനെ ഏത് രൂപത്തിലാണോ അങ്ങേക്ക് കാണേണ്ടത് ആ രൂപത്തിൽ തന്നെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. മാനവേദ രാജാവിന്റെ മനസ്സിൽ ഭഗവാൻ ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മണ്ണുവാരി തിന്നുന്ന ഒരു ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ് ഭഗവാൻ മാനവേദ രാജയ്ക്ക് ദർശനം കൊടുത്തത്. ഭഗവാന്റെ ആ ശാന്തസുന്ദര രൂപം കണ്ടപ്പോൾ മാനവേദ രാജാവ് എൻ്റെ ഉണ്ണിക്കണ്ണ എന്ന് പറഞ്ഞ് കൈ നീട്ടി ഓടിച്ചെന്നു ഇലഞ്ഞിമരച്ചുവട്ടിനടുത്തേക്ക്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ പറഞ്ഞു, എന്നെ കാണിച്ചു തരാൻ മാത്രമേ സ്വാമിയാർ പറഞ്ഞിട്ടുള്ളൂ, തൊടാനുള്ള അനുവാദം പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി. ഭഗവാനെ ഓടിച്ചെന്ന് പിടിക്കാൻ നോക്കുമ്പോൾ ഭഗവാന്റെ പീലി തിരുമുടിയിൽ നിന്ന് വീണ മയിൽപ്പീലി അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിൽ ഇരിപ്പുണ്ടായിരുന്നു. മാനവേദരാജയ്ക്ക് വളരെ സങ്കടമായി. ഭഗവാൻ ഇന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ഉണ്ണിക്കണ്ണനായിരുന്നു. ഒടുവിൽ സ്വാമിയാർ ഒരു നിർദ്ദേശം വെച്ചു, ഭഗവാന്റെ ലീലകൾ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു കാവ്യം രചിക്കാൻ. അങ്ങനെയാണ് മാനവേദൻ തിരുമനസ് കൃഷ്ണഗീതി രചിക്കുന്നത്. മാനവേദ രാജ മയിൽപ്പീലി കൊണ്ട് കൃഷ്ണ കിരീടവും ഇലഞ്ഞിമരത്തിന്റെ കമ്പുകൊണ്ട് കൃഷ്ണ വിഗ്രഹവും ഉണ്ടാക്കി. കൃഷ്ണകിരീടം ശിരസിലണിഞ്ഞ് നൃത്തമാടുവാൻ തക്കവണ്ണം ശ്രീകൃഷ്ണ കഥകൾ കോർത്തിണക്കിയ അതിമനോഹരമായ ശ്ലോകങ്ങളും സംഗീതസാന്ദ്രമായ പദങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപം കൊണ്ടു. ഇതിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഗുരുവായൂരിൽ നടത്തി വരുന്ന ഭഗവാന്റെ ഇഷ്ട വഴിപാടുകളൊന്നായ കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടത്തിലെ കിരീടങ്ങളും പൊയ്മുഖങ്ങളും ആഭരണങ്ങളും എല്ലാം നിർമ്മിച്ചത് ആ ഇലഞ്ഞിമര കൊമ്പ് കൊണ്ടാണ്. കൃഷ്ണനാട്ടം കഥയിൽ കൃഷ്ണനായി വേഷമിടുന്ന കലാകാരൻ ചൂടുന്ന കിരീടത്തിൽ ഇപ്പോഴും അന്ന് മാനവേദൻ തിരുമനസിന് ലഭിച്ച ആ മയിൽപ്പീലി ഉണ്ട്. ആ കിരീടത്തിൽ ഒരുപാട് മയിൽപ്പീലികൾ ഉണ്ടെങ്കിലും അതിലൊന്ന് ഈ ദിവ്യമായ ഒരു മയിൽപ്പീലിയാണ്.